ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UDFന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. ഇന്നലെ മുതൽ നാമമാത്രമായിട്ടുള്ള KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ ഈ പദ്ധതി നടപ്പാക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. നാമമാത്രമായിട്ടുള്ള KSRTC സർവീസുകൾ എന്ന് പറയേണ്ട കാര്യമുണ്ട്. KSRTCയിൽ ഓർഡിനറി സർവീസുകൾ ലാഭകരമല്ല എന്ന് കണ്ടതിനെ തുടർന്ന് പല ബസ്സുകളും സൂപ്പർ ഫാസ്റ്റോ ഒക്കെ ആയിട്ട് നേരത്തെ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ബസ്സുകളെയും സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാമമാത്രമായിട്ടുള്ള KSRTC ഓർഡിനറി സർവീസുകളെ കേരളത്തിലുള്ളൂ. ഒരു ജില്ലയിൽ മാക്സിമം 2-3 ബസ്സുകളെ മിക്കവാറും കാണുവാൻ സാധ്യതയുള്ളൂ. എന്നാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ വിവാദങ്ങളാണ് ഉയരുന്നത്. എന്നാലും ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇന്നലെ കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പ്രിയദർശിനി എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിൽ ഒരു കാര്യം പറയുകയുണ്ടായി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. മൂന്നാമതൊരു കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പൊ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ, പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ച് അല്ല ഞാൻ പറയാം, ഒരു പുരുഷ വിരോധി എന്നല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറയും ഇവർ യാത്ര ചെയ്യുമ്പോൾ. ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റോ സൗജന്യം കൊടുത്താൽ ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ. ബാക്കി അവിടെ പോകും. ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റ് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പോയില്ല, ഗവൺമെന്റിന് ആ പൈസ കിട്ടും എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ വഴിയിലൂടെ കിട്ടുമെന്നും കൂടി പറയാനുള്ള ആർജവം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി VD സതീശൻ കാണിക്കണം. ഒന്ന്, ബാറ് ബിവറേജ്. ഏകദേശം ബാറ് പ്ലസ് ബിവറേജ് എണ്ണം 1130 മുതൽ 1170 വരെ ബാറും ബിവറേജുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ കള്ള് ഷാപ്പുകൾ ഏകദേശം 5000 എണ്ണം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം കിട്ടുന്ന വരുമാനം അത് സർക്കാരിലേക്കാണ് വരുന്നത്, അല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്കല്ല വരുന്നത്. VD സതീശ അതേപോലെ തന്നെ 2025-26 കാലത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 1.52 ലക്ഷം കോടി രൂപ. ഇത് മുൻ വർഷത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിനെ അപേക്ഷിച്ച് 15% വർധനവ്. അതായത് മദ്യത്തിലൂടെ മാത്രം സർക്കാരിന് കിട്ടിയ ലാഭം. അതുകൂടാതെ ലോട്ടറി, ഇതിലൂടെയൊക്കെ കിട്ടുന്ന വരുമാനം അത് എങ്ങനെയാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ ക്യാഷ് സർക്കാരിലേക്ക് എത്തുന്നതെന്നും കൂടി ഒന്ന് പറയാനുള്ള ആർജവം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കാണിക്കണം. ലോട്ടറി, അതേ കണക്ക് മദ്യം, ഈ രണ്ട് വകുപ്പിലൂടെയും സർക്കാരിന് കോടികളാണ്. ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ 2021-23 കാലഘട്ടം തൊട്ട് ഇങ്ങോട്ടുള്ള കണക്കാണ് 35,000 കോടി ലിക്വർ വരുമാനം സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ പുരുഷന്മാരെ കുടിപ്പിച്ച് കിടത്തയിലൂടെ സർക്കാരിന് കിട്ടിയ വരുമാനമാണ് ഏകദേശം 35,000 കോടി. ഈ 35,000 കോടി രൂപ വേണ്ടെന്ന് വെച്ചുകൊണ്ട് VD സതീശൻ മന്ത്രിസഭ എന്തായാലും സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആളുകളാണല്ലോ. അങ്ങനെയുള്ള നിങ്ങൾ ഈ പറയുന്ന ലിക്കർ ഷോപ്പുകളും ബാറുകളും ഉൾപ്പെടെ അടച്ചു പൂട്ടുവാണ്ട് തയ്യാറാണ്. അതായത് സമ്പൂർണ്ണ മദ്യ നിരോധനം. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1-2 ബാറുകൾ അടച്ചു കൂട്ടുന്നതോ 1-2 ബിവറേജുകൾ അടച്ചു കൂട്ടുന്നതോ അല്ല പണ്ട് ഉമ്മൻചാണ്ടി നടത്തിയ കണക്ക്. അതിന് പകരം സമ്പൂർണ്ണ മദ്യ നിരോധനം. ടൂറിസം മേഖലയിലല്ലാതെ കേരളത്തിലെങ്ങും ഒരു ബിവറേജോ ബാറോ പ്രവർത്തിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് സർക്കാർ എടുക്കണം. എന്തായാലും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും സ്ത്രീകളുടെ ഉന്നമനത്തിനും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന സർക്കാരാണ്. ഈ കള്ളും കുടിച്ച് വന്ന് പെണ്ണുമ്പിള്ളൊക്കെ ഇടിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഈ സ്റ്റേറ്റിൽ എന്തിനാണ് മദ്യം? ആ മദ്യത്തിലൂടെ കിട്ടുന്ന വരുമാനം വേണ്ട എന്ന് സർക്കാർ വെക്കണം. അതിന് തയ്യാറാണോ? ഒറ്റ ചോദ്യമുള്ളൂ. അതായത് KSRTC ബസ്സിൽ പുരുഷന്മാർക്ക് സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പണം വീട്ടിലേക്ക് എത്തില്ല, അത് നേരെ സർക്കാരിലേക്ക് തന്നെ എത്തും. സർക്കാരിലേക്ക് എത്തുന്ന 2 വഴികളാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒന്ന്, ലോട്ടറി, അത് സർക്കാർ തന്നെയല്ല ഈ നാട്ടിൽ വിൽക്കുന്നത്, അതൊന്ന്. രണ്ടാമത്തത് മദ്യം എന്ന് പറയുന്ന സാധനം. ഈ 2 വകുപ്പിലൂടെ സർക്കാരിന് കിട്ടും. അതുകൂടാതെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ഓൾട്ടർനേറ്റീവായിട്ട് ഈ പറയുന്ന വിദ്യാർത്ഥികളുടെയും പുരുഷന്മാരുടെയും ബസ് ഫീ അത് വർദ്ധിപ്പിക്കാതെ KSRTCക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പ്രിയദർശിനി ബസ്സുകൾ പെട്രോൾ ഡീസലും അടിച്ച് തന്നെയാണ് ഓടുന്നത്, അല്ലാതെ വായു അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഓടില്ല. അതിനുള്ള ക്യാഷ് എവിടുന്ന് കണ്ടെത്തും? അത് കണ്ടെത്താണ്ട് ഒറ്റ മാർഗമേ ഉള്ളൂ. ഓൾട്ടർനേറ്റീവായിട്ട് ആണുങ്ങളുടെ, പുരുഷന്മാരുടെ, വിദ്യാർത്ഥികളുടെ ബസ് ഫീ അത് വർദ്ധിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വകാര്യ ബസ്സുകളും സമരത്തിലേക്ക് വരും. അവിടെയും ഇതേ മാർഗം തന്നെ അവലംബിക്കേണ്ടതായിട്ട് വരും. ഫലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ, കുറച്ചധികം ആളുകൾക്ക് ഈ ഫ്രീ ബി കൊടുത്തുകൊണ്ട് മറ്റ് ഒരു വഴിയിലൂടെ ഈ പണം തിരിച്ച് സർക്കാർ തന്നെ പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊള്ളട്ടെ. ഇപ്പോൾ നിലവിലുള്ള ടിക്കറ്റിന്റെ പകുതിയാക്കിയിട്ട് പുരുഷന്മാരുടെ ബസ് ഫീ കുറയ്ക്കാൻ സർക്കാർ തയ്യാറാണോ? അത്രമാത്രം ചെയ്താൽ മതി. അതേപോലെ തന്നെ കേരളത്തിലെ ബാർ ആൻഡ് ബിവറേജ്, ഇത്ര സാധനങ്ങൾ
ഒരു വർഷത്തേക്ക് പൂർണ്ണമായിട്ടും അടച്ചു പൂട്ടുവാണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. എന്നാലും കൊറോണ കാലത്ത് നമ്മുടെ മലയാളികൾ മദ്യം കിട്ടാതെ ഇരുന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. 1-2 പേർക്ക് റിലേ പോയെന്നേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും സംഭവിക്കാണ്ടില്ല. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ ധാരാളം ഡി അഡിക്ഷൻ സെന്ററുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. കൃത്യമായ രീതിയിൽ കേരളത്തിലെ ബിവറേജുകളും ബാറുകളും ഒരു വർഷത്തേക്ക് ഒന്ന് പൂട്ടിയിടുക. അതായത് മദ്യത്തിലൂടെ കിട്ടുന്ന വരുമാനം തങ്ങൾക്ക് വേണ്ട എന്ന് വെക്കുക. എന്തായാലും മദ്യമല്ലാതെ മറ്റു ഓൾട്ടർനേറ്റീവ് മാർഗങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല കേരളത്തിൽ. കള്ള് ഷാപ്പുകളും ബാറുകളും ബിവറേജുകളും അടച്ചുപൂട്ടുക. അതാണ് മറ്റ് ഡ്രഗ്സിന്റെ കേരളത്തിലേക്കുള്ള ഒഴുക്കുകൾ നിയന്ത്രിക്കുക. അങ്ങനെ ആകുമ്പോൾ കേരളത്തിലെ പുരുഷന്മാർ പണിയെടുക്കുന്ന ക്യാഷ് കൃത്യമായിട്ട് അവരുടെ വീടുകളിലേക്ക് എത്തും. മറ്റ് ലഹരിയുടെ സ്രോതസ്സുകളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ചെലവുകളില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിലെ വീട്ടമ്മമാരുടെ ഉന്നമനം അല്ലെങ്കിൽ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെടും കുടുംബങ്ങളുടെ. അങ്ങനെ ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ മാറണം. താങ്കൾ ഇത്രയധികം സ്ത്രീകളുടെ ഉന്നമനത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാലഞ്ച് അങ്ങയുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഈ പുരുഷന്മാരെല്ലാവരും ദൂർത്ത് കാണിച്ച് നടക്കുന്നവരാണ് എന്ന് പറഞ്ഞ അങ്ങ് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ചീഫ് മിനിസ്റ്ററെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ കേരളത്തിലെ ബിവറേജ്, ബാറ്, കള്ള് ഷാപ്പുകൾ ഇത്ര സാധനം ഒരു വർഷത്തേക്കെങ്കിലും അടച്ചിടുക. അതായത് ഇതിലൂടെ കിട്ടുന്ന വരുമാനം ഒന്നും തന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് 1-2 കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ ഈ സർക്കാർ പോകുന്നിടം വരെ കേരളത്തിൽ മദ്യം പൂർണ്ണമായിട്ട് നിരോധിക്കാൻ വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ? അതായത് പ്രതിവർഷം 35,000 കോടി രൂപ കിട്ടുന്ന വരുമാന സ്രോതസ് എന്നേക്കുമായിട്ട് പൂട്ടിക്കെട്ടാണ്ട് ഈ സർക്കാർ തയ്യാറാവണം. അല്ലാതെ ഇരുന്ന് ഇമാതിരി ഡയലോഗ് അടിക്കരുത്. കാരണം ഈ നാട്ടിലെ കുടിയന്മാരില്ലെങ്കിൽ ഈ സർക്കാർ 2 ദിവസം കൊണ്ട് പൂട്ടിക്കെട്ടി വീട്ടിയിരിക്കും. കാരണം കേരളത്തിലല്ലാതെ ഒരു വരുമാന സ്രോതസ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒന്നും തന്നെ ഇല്ല. ഉണ്ടായിരുന്ന സംരംഭങ്ങളെല്ലാം സമരം ചെയ്ത് പൂട്ടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളി സംഘടനകൾ. പിന്നെ ആകപ്പാടെ സർക്കാരിന് കിട്ടുന്ന വരുമാനങ്ങൾ പ്രധാന വരുമാനമാണ് ഈ പറയുന്ന ലോട്ടറി, അതേപോലെ തന്നെ ബാർ ആൻഡ് ബിവറേജ്, ഇതിലൂടെ കിട്ടുന്ന വരുമാനം. കേരളത്തിലെ ലോട്ടറിയും മദ്യവും ഇത് രണ്ടും നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം സൊമാലിക്ക് തത്തുല്യമായി മാറും. അതാണ് സത്യാവസ്ഥ. അപ്പൊ ശരി എന്നാ.